ആരോഗ്യവകുപ്പ് മുൻ ഡയറക്ടർ കെ.ജെ. റീനയ്ക്കെതിരെ ആരോഗ്യവകുപ്പ് മന്ത്രി കെ. മുരളീധരൻ സർക്കാരിനെതിരെ തുരപ്പൻ പണിയെടുത്തതുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ മാറ്റിയത് എന്ന് മന്ത്രി തുറന്നടിച്ചു. കോഴിക്കോട് പുതുതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട നിപ്പ ഫലം പോസിറ്റീവാണ് എന്ന വിവരം DHS ഉച്ചയ്ക്ക് അറിഞ്ഞിട്ടും തന്നെ അറിയിച്ചില്ല. തനിക്കൊപ്പം വാർത്താസമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ പോലും അവരത് മറച്ചുവെച്ചു. താൻ 11-ന് വാർത്താസമ്മേളനം നടത്തിയത് വൈകിട്ട് 5:30-നാണ്. കോഴിക്കോട് കളക്ടർ വാർത്താസമ്മേളനം നടത്തിയത് 6 മണി കഴിഞ്ഞാണ്. കോഴിക്കോട് കളക്ടർ മനഃപൂർവ്വം വീഴ്ച വരുത്തിയിട്ടില്ല. ഉച്ചയ്ക്ക് അറിഞ്ഞ വിവരം DHS തന്നെ അറിയിച്ചത് വൈകിട്ട് 6 മണിക്ക് ശേഷമാണ്. അവരെ സ്ഥാനത്ത് നിന്ന് നീക്കിയത് അവധിയെടുത്തത് കൊണ്ടല്ല എന്നും കെ. മുരളീധരൻ വ്യക്തമാക്കി. 5:30 മണിക്ക് ഞാൻ പത്രസമ്മേളനം നടത്തുമ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയില്ല. ഒരു മന്ത്രി എങ്ങനെ റിസൾട്ട് കിട്ടാതെ പറയാം? ഞാൻ പിന്നീടാണ് അറിഞ്ഞത് 1 മണിക്ക് റിസൾട്ട് വന്നുവെന്നും അത് അന്നത്തെ DHS അറിഞ്ഞിരുന്നുവെന്നും എന്നോടൊപ്പം അന്ന് പങ്കെടുത്ത DHS ഈ വിവരം എന്നെ അറിയിച്ചു. ഇപ്പം ചിലർ പറയുന്നുണ്ടല്ലോ ഡയറക്ടർ മാറ്റി ശരിയായില്ല. അവധിയുടെ കേസല്ല, അവധി ഞങ്ങൾ പരിഗണിച്ചിട്ടേ ഇല്ല. അതൊരു തെറ്റായിട്ടുള്ള രീതി വന്നപ്പോൾ ഞങ്ങൾ തിരുത്തി. അവധി ആർക്കും അപേക്ഷിക്കും, അസുഖം വരുമല്ലോ. പക്ഷേ ഇങ്ങനെയുള്ള വിവരങ്ങൾ മറച്ചു വയ്ക്കുകയും ഇതേ DHS ആണ് എന്നെ 6 മണിക്ക് വിളിച്ച് പറയുന്നത്, 6:30 മണിക്ക് വിളിച്ച് പറയുന്നത് റിസൾട്ട് വന്നു പോസിറ്റീവായി. കളക്ടർ എന്ത് വിചാരിച്ചു? ഒഫീഷ്യൽ വിവരം കിട്ടുമ്പോൾ മന്ത്രി അറിയിക്കുന്നല്ലേ കളക്ടർ വിചാരിക്കുക. അല്ലാതെ അവർ മനഃപൂർവ്വം ഒരു വിഷയം വരുത്തിയിട്ടില്ല. കാരണം തന്നെ പിന്നെ DHSനെ മാറ്റണോ വേണ്ടേ തീരുമാനിക്കേണ്ടത് ഗവൺമെൻറ്റും മന്ത്രിയാണ്. അത് അതിൻ്റെ റൊട്ടീൻ അനുസരിച്ച് നടക്കും. അതിന് ഏത് വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. അവരേതായാലും സർക്കാരുമായി പൂർണ്ണമായിട്ട് സഹകരിക്കുന്നില്ല. അങ്ങനെ ഒരു DHSനെ ഞങ്ങൾക്ക് ആവശ്യമില്ല. അതോടൊപ്പം തന്നെ ഞാൻ പറയാം, ഇപ്പോൾ ചാർജ് എടുത്ത DHS 4 മാസം ഇവർക്ക് മുമ്പ് DHSന്റെ ചാർജ് വെച്ചാൽ അന്ന് ആരായിരുന്നു മന്ത്രി? ഞാനാണോ? അവരെ മാറ്റി പുതിയ DHSനെ വെച്ച് അന്നത്തെ സർക്കാരിൻ്റെ അധികാരം, അതേ അധികാരം വെച്ചിട്ട് തന്നെയാണ് കഴിഞ്ഞ DHSനെ മാറ്റിയത്. അതിനെക്കുറിച്ച് ചർച്ചയില്ല. പരാതിയുള്ളവർക്ക് കോടതിയിൽ പോകാം. അങ്ങനെ ഏകോപനം ചിലർ മറ്റേ തരപ്പം പണി കാണിച്ചു അവരെ പിടിക്കും. അത് അതിൻ്റെ ഭാഗമാണ് DHSനെ മാറ്റിയത്. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച വേണം. അതിലെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്ന് 15 ദിവസത്തെ പറഞ്ഞു. അത് ഇതുമായിട്ട് ബന്ധമില്ല. കാരണം അത് ലീവ് എടുക്കണമെങ്കിൽ അത് വേണമെങ്കിൽ ഞങ്ങൾക്ക് തള്ളിക്കളയാം. അതിൻ്റെ പേരിൽ നടപടി എടുക്കില്ല. ലീവ് ചോദിച്ചതിൻ്റെ പേരിൽ നടപടിയില്ല. 5:30 മണിക്ക് ഞാൻ പത്രസമ്മേളനം നടത്തുമ്പോൾ